മനസ്സിലൊരു മഴവില്ലിൽ ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു അതിഥിയാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. നമ്മളൊക്കെ സീരിയലിലും സിനിമയിലും ഒക്കെ കണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടൻ സാജൻ സൂര്യയും ഭാര്യ വിനീതയും. നമസ്തേ സാജൻ. മിനി സ്ക്രീനിലെ സൂപ്പർ സ്റ്റാർ. ഇങ്ങനെ ഇപ്പോ എത്ര സീരിയൽ ചെയ്യുന്നുണ്ട്? ഞാനിപ്പോ 3 സീരിയൽ ചെയ്യുന്നുണ്ട്. എല്ലാരും അറിയാം, ഗോപു ചെയ്യുന്നുണ്ട്, പിന്നെ കയർലിയുടെ ഒരു പ്രോജക്ട് ചെയ്യുന്നുണ്ട്, നിലാപക്ഷി എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. അതും പിന്നെ ഇന്നലെ എന്ന് പറഞ്ഞ പ്രോജക്ട്. 3 എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, എന്തും ചെയ്യും. ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ സമയമില്ലാഞ്ഞിട്ടാണോ? 2 കുട്ടികളുണ്ട്, അപ്പൊ അത് തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. CA ചെയ്യായിരുന്നു, ഇന്റർവ്യൂ കഴിഞ്ഞു, ചെയ്തില്ല ഇതുവരെ. ഫൈനൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് രണ്ടാമത്തെ മോള് സ്കൂളിൽ പോട്ടെ. ഇപ്പൊ 1.5 വയസ്സായിട്ടുള്ളൂ രണ്ടാമത്തെ ആൾക്ക്. അപ്പൊ ഒരു വയസ്സൂടെ കഴിയട്ടെ, ഒരു പ്ലേ സ്കൂളിലാവുന്ന ഒരു സമയത്ത്. മാളവിക മൂത്തയാള്, ഇടയാള് മീനാക്ഷി. എവിടെയാ വിനീതയുടെ നാട്? ഇവിടെ തന്നെ, തിരുവനന്തപുരം. വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ബ്രദർ ഉണ്ടായിരുന്നു, പഠിച്ചതൊക്കെ എല്ലാം ഇവിടെ തന്നെ. അദ്ദേഹത്തെ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ്? അറേഞ്ച് മാരേജ് ആണ്. ഇതാദ്യമേ എല്ലാവരും പറയും മനസ്സിലെ മഴവില് നമ്മൾ ആദ്യം ലവേഴ്സിനുള്ളായിരുന്നല്ലോ. അപ്പോ എന്റെ അടുത്ത് ഇപ്പൊ എല്ലാവരും ചോദിക്കും, സാജൻ ലവ് മാരേജ് ആയിരുന്നു ഒരു എനിക്കൊന്ന് പരിചയപ്പെടുന്ന ഒരു 99% ആൾക്കാരും ചോദിക്കുന്നൊരു കാര്യമാണ്. അപ്പൊ ഞാൻ എല്ലാവരുടെ പറയും ലവ് മാരേജ് അല്ല, പക്ക അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് പറയും. അപ്പോ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇനിയിപ്പം മനസ്സിലെ മഴവിൽ വന്നു കഴിഞ്ഞാൽ പറയും അവൻ ചുമ്മാ കള്ളം പറയുക, ലവ് മാരേജ് ആയിരുന്നു. ഞാനതാ പറഞ്ഞത്. പ്രണയിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് ചേച്ചി മിക്കവാറും ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും എന്ന് വൈഫിന്റെ അടുത്ത് വിനീതന്റെ അടുത്ത് പറഞ്ഞു, പ്രണയിച്ചിട്ടുണ്ടോ. അപ്പം എന്ത് പറയും എന്നുള്ള ചോദിച്ചു. അപ്പൊ എനിക്ക് ഈ ഒരു ദിവസം കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് ഞാൻ അങ്ങനെ വെക്കാണ്ട് ചേച്ചി അങ്ങനെ വെക്കാൻ ഞാൻ കുറെ നാള് ഈ ഒന്നും പറയാതെ ഇരുന്ന് നോക്കി. പക്ഷെ ഒരു ദിവസം നന്നായിട്ട് പനി പിടിച്ചപ്പോ എന്റെ അബോധാവസ്ഥയിൽ പറഞ്ഞുപോയി, എല്ലാം ചോദിച്ച്. അതെ, ഹിപ്നോട്ടിസ് ചെയ്യും പോലെ മൊത്തം എത്ര പേരെ പ്രണയിച്ചിട്ടുണ്ട്. എന്തോ മരുന്നിന്റെ പ്രശ്നമാണ് ഇത്. ഡോക്ടറുമായിട്ട് 2ാം ക്ലാസ് തൊട്ടുള്ള പ്രണയം ഞാൻ പറഞ്ഞു. അയ്യോ, അത് വല്ലാത്ത ഭയങ്കര ചതിയായി പോയി. അതുകൊണ്ട് ഇപ്പൊ പനി വരുമ്പോ ആദ്യമേ ഞാൻ മെഡിസിൻ എടുക്കും. എന്നിട്ട് പനി മാറിയിട്ട് അതിന്റെ റിയാക്ഷൻ ഉണ്ടായിരുന്നു? പനി മാറിയിട്ട് അതിന്റെ റിയാക്ഷൻ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇനി ഒരു പനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, ഇവിടെ എത്ര ഉണ്ടായിരുന്നു അറിയാൻ. പെണ്ണുങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറയില്ല. പനിയല്ല, ഇനി എന്ത് വന്നാലും പറയുന്നത്. അത് ശരി. സാജന്റെ സ്ഥലം തിരുവനന്തപുരം? ഞാൻ വേണ്ടത് കരകുളം ഏണിക്കര എന്ന് പറയുന്നത് അതാണ് ഞാൻ ജനിച്ച സ്ഥലം. അമ്മയുടെ നാട് അവിടെയാണ്, അച്ഛന്റെ നാട് ഉള്ളൂർ. വർക്ക് ചെയ്യുന്നത്? ഞാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് സർവന്റ് ആണ്. ഇപ്പൊ ഒരു എൽഐ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഓഫീസിലെ സ്റ്റാർ ആണോ? ഓഫീസിലെ സ്റ്റാറേ അല്ല, കാരണം എനിക്ക് തോന്നുന്നു ഓഫീസിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സീരിയൽ കാണുന്നുള്ളൂ. ആണോ? ഇപ്പം ഗോപു ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. കാണുന്നവരൊക്കെ റിയാക്ഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ ഓഫീസിൽ വന്നിട്ട് കുറെ നാളായി. അപ്പം അവിടെ വന്നു പോയിട്ടുള്ള ആൾക്കാരാണ് ഒരുപാട് പേര്. അപ്പൊ വരുന്ന ആൾക്കാർക്കുണ്ട് ഫസ്റ്റ് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ഇയാളെന്താ ഇവിടെ എന്നുള്ളത്. പിന്നെ വരുന്ന പബ്ലിക്കിനും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അല്ലെങ്കിൽ ഈ ഫാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊരു ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് പക്ഷെ എല്ലാം സുഹൃത്തുക്കളായിരിക്കണം. അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് എനിക്ക് ഓഫീസിലല്ല എനിക്ക് ഒരുപാട് പുറത്ത് സുഹൃത്തുക്കളുള്ളത്. ഓഫീസിൽ അതുപോലെ തന്നെ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ളത് ഒരു ഇതില്ല ഓഫീസിൽ. ശരിക്കും സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ അവിടെ ഉള്ളത്. എന്നാലും എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഒരുപാട് വരാറുണ്ടെന്ന് തോന്നുന്നു, റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതുണ്ട് ചേച്ചി. ട്രിവാൻഡ്രത്ത് വളരെ കുറവാണ്. കാരണം നമ്മളിപ്പോ സീരിയലിന്റെ ഷൂട്ടിംഗ് പബ്ലിക് ലിമിറ്റ് വിടാറുണ്ടോ?
ഏയ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ നമ്മളിപ്പോ സിനിമാ താരങ്ങളെ പോലെ നമ്മൾക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ താരാരാധനയുള്ള ആൾക്കാരോ ഒന്നുമല്ല ശരിക്കും സീരിയൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്റെ ഒരു സങ്കല്പത്തിൽ എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ വരുന്ന അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളോ ആയിട്ടുള്ള ഒരു ഫീല് മാത്രമേ അവർക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടൊരു ഒരു പ്രത്യേക സ്നേഹം അവർക്കുണ്ടല്ലോ. എന്നാലും എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോഴും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോഴുള്ള ഒരു വ്യത്യാസം പബ്ലിക്കിന്റെ ഇടയിൽ ഫീൽ ചെയ്യാം. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. അതുകൊണ്ട് അത് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ സ്ത്രീ എന്ന് പറയുന്ന സീരിയലിൽ ഞാനൊരു നല്ല നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. ഇപ്പോഴെന്ന് ഒരു 5-6 വർഷം ആളല്ല, അതിന് കൂടുതലാവും, 8 വർഷത്തിന് മുകളിലാവും. അതൊരു നല്ല ശരിക്കും നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ആ സമയത്ത് അത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഇതുപോലെ 2 സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി അച്ഛൻ്റെ അടുത്ത് നിന്ന് കൈ എഴുതാനായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞു, നിങ്ങളെ കടന്നപ്പോൾ അങ്ങോട്ട് പോകണം മോക്ക് കൈ എഴുതാനായിട്ട്, ഒരു കാരണവശാലും കുട്ടി അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങളെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ BJT ഹാളിൽ വെച്ച് ഇതേപോലെ ഒരു സെയിം സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ പോസിറ്റീവായിട്ട് ചെയ്യുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഈ പ്രത്യേകിച്ച് കുങ്കുമപ്പൂല ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ രഹസ്യം അറിയാവുന്ന ചുരുക്കം ആൾക്കാർ മാത്രമല്ല, അതിൽ എല്ലാവരെയും പിന്നെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലെ, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തി, എല്ലാവർക്കും പ്രിയപ്പെട്ട, ഒരുപാട് നന്മയുള്ള ഒരു വ്യക്തി, ഒരുപാട് നന്മയുള്ള ഒരു വ്യക്തി. അപ്പൊ നാച്ചുറലി ആളുകൾക്ക് കുറച്ച് കൂടുതൽ തീർച്ചയായിട്ടും ഒരുപാട് കുറെ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി. ഈ നമ്മള് സീരിയലിൽ കൂടെ നമ്മൾ ഒരുപാട് നമ്മൾ ആ ഡിവോഴ്സിന്റെ സമയത്തൊക്കെ കുറെ ഇതുണ്ടായിരുന്നു, എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ശരിക്കും ജനങ്ങൾക്ക് നല്ല മെസ്സേജ് കൊടുക്കുന്ന കുറെ സീൻസ് ഉണ്ടായിരുന്നു. ശരിക്കും ആ സീൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ഫംഗ്ഷനും പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയും, മഹേഷ് ഇത്രയും കാര്യങ്ങൾ, ഈ ഒരുപാട് കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളാണ് മഹേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ അതിനകത്ത് പറയുന്നത്. പറയാറുണ്ടോ സീരിയല്? ഇഷ്ടമാണോ നെഗറ്റീവ് ക്യാരക്ടർ? അതാണ് ഇഷ്ടം. ആണോ? അല്ല, ലൈഫിൽ പോസിറ്റീവ് അല്ലേ, അപ്പൊ നമ്മളിതിൽ കാണുമ്പോൾ ഒരല്പം നെഗറ്റീവ് ആവുന്നല്ലേ രസം. സമ്മതിച്ചെന്നാ ഇപ്പൊ ഇവിടെ പോസിറ്റീവ് അല്ല പോസിറ്റീവ് നിന്ന് പ്ലാൻ ചെയ്തിട്ട് അല്ല ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു അവന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ. അല്ല, എനിക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഇഷ്ടം. എനിക്കൊന്ന് ആക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഒരു സ്കോപ്പ് ഉണ്ട്. നെഗറ്റീവ് പല മുഖങ്ങൾ കാണാൻ സാധിക്കും. അത് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ കൊണ്ടാണ് ജനങ്ങളുടെ റെസ്പോൺസ് എനിക്കൊന്ന് കൂടുതലും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ആ നെഗറ്റീവ് ക്യാരക്ടറിലായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് റെസ്പോൺസ്. എപ്പോഴും പോസിറ്റീവ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവരൊന്ന് ഒതുങ്ങി നമ്മളൊന്ന് തോളിലൊക്കെ കൈയിട്ട് നിൽക്കുകയുള്ളൂ. മറ്റേ ആളടുത്ത് ഒരു ബഹുമാനവും ഒരു പേടിയും എല്ലാം കൂടെ ആയിരിക്കും. എന്നാലും ഈ പറയുന്ന തരത്തിലുള്ള ഒരു റെസ്പോൺസ് ഉള്ളത് കൊണ്ട് ഒരു സബ്ജക്ട് വരുമ്പോ എന്ത് ഇതിലാണ് എടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്? ഞാൻ ഒരു സബ്ജക്ട് കേൾക്കുന്ന സമയത്ത്, സബ്ജക്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്ന സമയത്ത് ഒന്ന് മൊത്തത്തിൽ ആ ഒരു രീതിയിലാണോ കഥ പറഞ്ഞു പോകുന്നത്, പിന്നെ കഥയ്ക്ക് എന്തെങ്കിലും ഒരു ഇപ്പൊ സീരിയലിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പുതുമയൊന്നും നമുക്ക് അവകാശപ്പെടാനില്ലെങ്കിലും എന്തെങ്കിലും നമുക്ക് അതിനകത്തൊരു പുതുമ ഉണ്ടായിരിക്കുമോ, പിന്നെ എന്റെ ക്യാരക്ടർ ഈ മെയിൻ സബ്ജക്റ്റിൽ നിൽക്കുന്നത് തന്നെയാണോ. ഹീറോ എന്ന് പറയുന്ന ഒരു സങ്കല്പം ശരിക്കും സീരിയലിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനമേ അല്ല. ഇപ്പൊ ഒരു 2-3 ട്രാക്ക് ഉണ്ടാവും, അതിനകത്ത് ഏത് ട്രാക്കായിരിക്കും നന്നായിട്ട് പോകുന്നത് അയാളായിരിക്കും ഹീറോ. അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിൽ ഞാൻ ഹീറോ ആയിരിക്കും, അപ്പുറത്ത് നമ്മുടെ കുങ്കുമപ്പൂവിന്റെ വേറൊരു ട്രാക്ക് ഉണ്ട്, അതിനകത്ത് രുദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, അതിൽ അയാളാണ് ഹീറോ. വീട്ടിൽ വരുന്ന സമയത്ത് ജയകൃഷ്ണൻ ചെയ്യുന്ന ക്യാരക്ടർ അരുൺ ചെയ്യുന്നുണ്ട്, പുള്ളിയാണ് ഹീറോ. അപ്പൊ അങ്ങനെ 3-4 ട്രാക്ക് പോകുമ്പോൾ അതിനകത്ത് 4 ഹീറോസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ നോക്കുന്നത് ഇതിനകത്ത് പോകുന്ന ആ മെയിൻ ട്രാക്കിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു കഥ പറയുമ്പോൾ ഞാൻ നോക്കാറുള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് കഥകൾ, ഒരു 300 എപ്പിസോഡിന്റെ കഥയൊന്നും ഇപ്പൊ നമ്മൾ ഒരാളെടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന വരില്ല. ചില സംഭവങ്ങളൊക്കെ ലോജിക്കൽ അല്ലാതെ വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സജഷൻ കൊടുക്കാം. തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു ഷെഡ്യൂളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ ഷെഡ്യൂളിലത്തേക്ക് മൊത്തമുള്ള ഒരു കഥ പ്രിപ്പയർ ചെയ്ത് അതിന്റെ സിനിമ പോലെ അല്ലല്ലോ, സീനും ചാർട്ട് ചെയ്തതിന് ശേഷമാണ് ശരിക്കും നമ്മൾ ആ കഥ കേൾക്കുന്നത്. നമ്മളൊരു സീരിയലിനെ സംബന്ധിച്ച് ഒരു ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ഡയറക്ടേഴ്സും റൈറ്ററും ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല കഥ. അത് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്രൊഡ്യൂസറും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകുന്നത് കഥയായിരിക്കും. അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് ഈ കഥയ്ക്കകത്തുള്ള റോള് നമുക്ക് കുറവായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ചിലപ്പോൾ നല്ല ഡയറക്ടേഴ്സോ സ്ക്രിപ്റ്റ് റൈറ്റർ നല്ല സുഹൃത്തുക്കളായിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ സജഷൻസ് പറയും.
പിന്നെ നമ്മൾ ആ ചെല്ലുന്ന സമയത്ത് ഇതുപോലെ ലോജിക്കൽ അല്ലാത്ത ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ അത് കൂടുതലും നമുക്ക് ഡയലോഗ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അത് നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യാവോ എന്ന് നമ്മൾ ഡയറക്ടേഴ്സിന്റെ അടുത്ത് ചോദിക്കും. അവര് അതില് നമുക്ക് അതിൽ അവർ കൺവിൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്താണ് കാര്യം നമുക്ക് പറഞ്ഞുതരും. അങ്ങനെ ഉണ്ടാവുള്ളൂ ആ ഒരു സാധനത്തിൽ. അല്ലാണ്ട് നമുക്ക് ഈ കഥയിൽ ഉള്ള ലോജിക് ഇല്ലായ്മ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനൊന്നും എനിക്ക് ഒരു സീരിയലിനെ സംബന്ധിച്ച് പറ്റില്ല. ഈ ഷൂട്ടിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ അതിന്റെ ദേഷ്യം, അതിന്റെ സന്തോഷം ഒക്കെ വീട്ടിൽ കാണിക്കാറുണ്ട്. ഉണ്ട്. അല്ല ശരി, ഒരുപാട് അങ്ങ് ഇതായിട്ട് വരികയാണെങ്കിൽ ആ ദേഷ്യം മുഖത്ത് കാണാം. ലേറ്റ് നൈറ്റ് ഒക്കെ ആവുകയാണെങ്കിൽ. അല്ല നല്ല സീൻസ് ഒക്കെയാണ് അന്ന് എടുക്കുന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അന്ന് ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള ചിലപ്പോ നമ്മളിപ്പോ എന്റെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന ദിവസം ചിലപ്പോ ഫുൾ സീൻസ് നമുക്ക് കാണും. ഒട്ടും ഒരു റെസ്റ്റില്ല. നമ്മുടെ ഈ സീരിയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്കാണ് നമ്മൾ ലൊക്കേഷൻ തരുന്നത്. തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോൾ 10 മണിയാവും. അപ്പൊ ഇത്ര എനിക്ക് കൊണ്ടൊരു 16 മണിക്കൂർ 17 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സീരിയലുകാരാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇത്രയും ഫുൾ ലെങ്ത്തിൽ നമ്മളെ നമുക്കിപ്പോ ഓട്ടവും ചാട്ടവും അടിയും ഇടിയും ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മളൊരു മെന്റൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് എപ്പോഴും എന്തായാലും ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഭയങ്കരമായ ഒരു മെന്റൽ പ്രിപ്പറേഷൻ കാണും. അത് നമ്മൾ നേരത്തെ സീൻസ് വായിച്ച്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സീൻസ് വായിച്ച് കഴിയുന്നത് പഠിക്കാൻ ശ്രമിക്കും. പക്ഷെ അത് പഠിച്ചിട്ട് എന്ത് ചെയ്യണോന്ന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്കിപ്പോ ആ സമയത്ത് എന്ത് ചെയ്യാനാണ് എന്റെ ക്യാരക്ടർ എന്റെ അടുത്ത് പറയുന്നത്, ഞാൻ അതാണ് ചെയ്യാറുള്ളത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്ന, ഇപ്പം സാജൻ എന്നൊരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ മഹേഷ് അല്ലെങ്കിൽ ഞാൻ നിലാപക്ഷിയിൽ ചെയ്ത ഹരികൃഷ്ണൻ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഈ സാജനിൽ നിന്ന് മാറി ഈ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ ഉള്ള ഒരു മെന്റൽ സ്ട്രെയിൻ ഉണ്ടല്ലോ. അപ്പൊ അത് വൈകുന്നേരം ഓഫ്കോഴ്സ് നമ്മളെ ടയർഡാക്കും. ദേഷ്യക്കാരനാണോ? ദേഷ്യക്കാരനൊന്നും അല്ല അല്ലേ, കണ്ടിട്ട് ആകപ്പാടൊരു 5 മിനിറ്റ് ദേഷ്യം അത്രേ ഉള്ളൂ. എനിക്കെന്തായാലും വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് ഒരു ഭാര്യയെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ കൂടുതൽ ടെൻഷൻസ് നമ്മുടെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കാതെ വീട്ടിലെ കാര്യങ്ങൾ നേരെ കൊണ്ടുപോകുക എന്നുള്ളതല്ലേ. അപ്പൊ അത് പൂർണ്ണമായിട്ടും വിനിത ചെയ്യുന്നുണ്ട്. ഈ ചില സമയത്ത് നമുക്ക് പറഞ്ഞില്ല, ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇങ്ങനെ വീട്ടിലെ കാര്യം നാളെ അങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് നാളെ ഒരുപാട് ജോലിയുണ്ട്, അല്ല ആ ജോലിയുടെ ഇടയിൽ ഇത് ചെയ്താലും നമ്മളെ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യിക്കണ്ടേ. അല്ല എല്ലാ കാര്യത്തിലും, മക്കളുടെ കാര്യത്തിൽ ഉൾപ്പെടെയാണെങ്കിൽ എല്ലാ കാര്യത്തിലും. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ വർക്ക് വേണമെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ ഈ പ്രൊഫഷനുമായിട്ട്. എന്തെങ്കിലും ഒരിക്കലും ഇതൊന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വിട്ട് മിസ് ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളുടെ വളർച്ച, കുട്ടികളുടെ കളി, ചിരി, അവരുടെ ചില വാചകങ്ങൾ അല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് നമ്മൾ കേൾക്കുന്നത്. അവൻ ഇന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്നാണ് കേൾക്കുന്നത്. ഞാൻ അപ്പൊ ഫോൺ ചെയ്ത് പറയും, ഇന്നിങ്ങനെ പറഞ്ഞു, ഒരു വേർഡ് പറഞ്ഞാൽ ഞാൻ അപ്പൊ ഫോൺ ചെയ്ത് പറയും. ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടെ അത് പറഞ്ഞ് കേൾപ്പിക്കും. ഞാനതേ പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് വീട്ടിലൊരു ടെൻഷനും ഇല്ല. എല്ലാം പൂർണ്ണമായിട്ടും ഇത് ചെയ്യുന്നുണ്ട് നന്നായിട്ട്.